ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു PSC ലേണിംഗ് ആപ്പ്. ഇന്നലെ കഴിഞ്ഞ 10th പ്രിലിംസ് പരീക്ഷയിലെ SCRT ചോദ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്നലെ നടന്ന പരീക്ഷയിൽ ഏകദേശം 48 ചോദ്യങ്ങൾ SCRT പാഠപുസ്തകങ്ങളിൽ നിന്നാണ് ചോദിച്ചത്. തീർച്ചയായിട്ടും ഉദ്യോഗാർത്ഥികൾക്ക് സംശയം ഉണ്ടാവും. കാരണം കഴിഞ്ഞ വർഷം 5 7th ഗ്രേഡ് 9th ഗ്രേഡ് ഒക്കെ ടെക്സ്റ്റ് ബുക്ക് മാറി വന്നതാണ്. പുതിയ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യവും സംശയം ഉണ്ടാവും. ഓൾമോസ്റ്റ് മിക്കവാറും ചോദ്യങ്ങളെല്ലാം തന്നെ ചോദിച്ചത് പഴയ ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ്. പുതിയ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് കാര്യമായിട്ട് ചോദ്യങ്ങൾ വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10th സ്റ്റാൻഡേർഡിലെ കേരളം ആധുനികതയിലേക്ക് എന്ന ഒരൊറ്റ ചാപ്റ്റർ മാത്രമാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ആ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ച സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളല്ല, ഡയറക്റ്റ് ചോദ്യങ്ങൾ. സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങൾ പലയിടത്തു നിന്നായിട്ട് ചോദിച്ചിട്ടുണ്ട്. ഡയറക്റ്റ് ചോദ്യങ്ങൾ എവിടെ നിൽക്കുന്നതാണ് ചോദിച്ചതെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. തീർച്ചയായിട്ടും നെക്സ്റ്റ് ഫേസ് പരീക്ഷ എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥികൾക്ക് നിർബന്ധമായിട്ടും ഈ ചാപ്റ്റർ പഠിച്ചു പോകാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഈ ഒരു ചാപ്റ്റർ പഠിച്ചാൽ തന്നെ ഇത്തവണ പ്രിലിംസ് എഴുതിയ ഉദ്യോഗാർത്ഥികൾക്ക് 10 ചോദ്യങ്ങൾ ഡയറക്റ്റായിട്ട് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. നമുക്കറിയാം, നമ്മുടെ ചാനലിൽ നേരത്തെ തന്നെ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ഓൾഡ് ടെക്സ്റ്റ് ബുക്ക് കംപ്ലീറ്റ് വീഡിയോ ക്ലാസ്സുകൾ ലഭ്യമാണ്. ചാപ്റ്റർ വായിക്കാൻ സമയമില്ലാത്തവർക്ക് ഈസി ആയിട്ട് ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ചാപ്റ്ററുകൾ വീഡിയോ കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. ഇമ്പോർട്ടൻ്റ് പോയിൻറ്റ്സ് ഹൈലൈറ്റ് ചെയ്തുകൊണ്ടൊക്കെ കൃത്യമായിട്ടാണ് വീഡിയോ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് SCRT റിലേറ്റഡ് ആയിട്ട് എന്തൊക്കെ ആവശ്യമുണ്ടോ അതെല്ലാം നമ്മുടെ ചാനലിൽ ലഭ്യമാണ്. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 1859 ജെയിംസ് ഡാറ കയർ ഫാക്ടറി സ്ഥാപിച്ച സ്ഥലം ഏതെന്നുള്ളതാണ് ചോദിച്ചത്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഇത് കൃത്യമായിട്ട് കേരളം ആധുനികതയിലേക്ക് സാമൂഹ്യശാസ്ത്രം 1 10ാം ക്ലാസ് കൊടുത്തിട്ടുണ്ട്. 1859 ആദ്യത്തെ കയർ ഫാക്ടറി ആലപ്പുഴയിൽ സ്ഥാപിതമായി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1809 കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചതാര്? ഈസി ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ സി വേലുത്തമ്പി ദളവ. സെയിം ചാപ്റ്ററാണ് കേരളം ആധുനികതയിലേക്ക്. പേജ് നമ്പർ 154. വേലുത്തമ്പിയും പാലിയത്തച്ഛനും എന്ന ടൈറ്റിലിൻ്റെ താഴെ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. 1809 ജനുവരി 11 പുറത്തിറക്കിയ കുണ്ടറ വിളംബരത്തിലൂടെ വേലുത്തമ്പി ബ്രിട്ടീഷുകാർക്കെതിരെ ആയുധമെടുത്തു എന്ന് കൃത്യമായി കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മലയാള ഭാഷയിലെ ആദ്യ നിഘണ്ടു ആരുടെ സംഭാവനയായിരുന്നു? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, അർണോസ് പാതിരി. പേജ് നമ്പർ 159 കേരളം ആധുനികതയിലേക്ക്. അവിടെയും കൃത്യമായി കൊടുത്തിട്ടുണ്ട്. മലയാള ഭാഷയിലെ ആദ്യ നിഘണ്ടു രൂപപ്പെടുത്തിയത് അർണോസ് പാതിരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1920 മഞ്ചേരിയിൽ നടന്ന മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിൽ ഉൾപ്പെടാത്ത വിഷയമേത്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, ജനസംഖ്യാനുപാത സംവരണം. സെയിം ചാപ്റ്ററാണ് കേരളം ആധുനികതയിലേക്ക്. മലബാർ എന്നുള്ള ടൈറ്റിലിൻ്റെ താഴെയുണ്ട്. 1920 മഞ്ചേരിയിൽ നടന്ന അവസാനത്തെ മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിൽ ഭരണപരിഷ്കരണം. ഓപ്ഷൻ എ കുടിയാൻ പ്രശ്നം. ഓപ്ഷൻ ബി ഖിലാഫത്ത്. ഓപ്ഷൻ ഡി. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, കൃത്യമായി അവിടെ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യോഗക്ഷേമ സഭ രൂപീകരിക്കുന്നതിന് നേതൃത്വം നൽകിയതാര്? ഓപ്ഷൻ ബി VT ഭട്ടതിരിപ്പാടാണ്. പേജ് നമ്പർ 161 സെയിം ചാപ്റ്റർ കേരളം ആധുനികതയിലേക്ക്. ഈ സെയിം ടേബിളിൽ നിന്ന് തന്നെ മറ്റൊരു ചോദ്യം കൂടി വന്നിട്ടുണ്ട്. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചതാര്? വാഗ്ഭടാനന്ദനാണ് കറക്റ്റ് ആൻസർ, ഓപ്ഷൻ ഡി ആത്മവിദ്യാസംഘം. അപ്പോൾ ഈ ടേബിളിൽ നിന്ന് 2 ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. പേജ് നമ്പർ 161 കേരളം ആധുനികതയിലേക്ക്. മിക്ക PSC പരീക്ഷകളിലും ഈ ടേബിളിൽ നിന്ന് ചോദ്യം വരാറുണ്ട്. ഇത് നിർബന്ധമായിട്ടും പഠിച്ചിട്ട് നെക്സ്റ്റ് പരീക്ഷയ്ക്ക് പോകുന്നവർ പോകുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1817 ഗൗരി പാർവതിബായി പുറപ്പെടുവിച്ച വിളംബരത്തിലെ ശ്രദ്ധേയമായ പരിഷ്കാരം എന്തായിരുന്നു എന്നുള്ളതാണ്. ഓപ്ഷൻ ഡി ആണ്, പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കി. പേജ് നമ്പർ 159 കേരളം ആധുനികതയിലേക്ക്. ലാസ്റ്റ് സെൻറ്റൻസ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ഗൗരി പാർവതിബായ് 1817 പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് പുറപ്പെടുവിച്ച വിളംബരം ശ്രദ്ധേയമാണ്. ആ സെയിം സെൻറ്റൻസ് അങ്ങനെ തന്നെ ക്വസ്റ്റ്യനാക്കി മാറ്റിയിരിക്കുകയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസി ക്വസ്റ്റ്യൻ ആണ്. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം വഹിച്ചിരുന്നത് ആരായിരുന്നു? ഓപ്ഷൻ എ ആണ് TK മാധവൻ. പേജ് നമ്പർ 162 കേരളം ആധുനികതയിലേക്ക്. സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രക്ഷോഭങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് വൈക്കം സത്യാഗ്രഹം. TK മാധവൻ്റെ നേതൃത്വത്തിൽ നടന്ന ഈ സമരത്തോട്. പേജ് നമ്പർ 162. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പയ്യന്നൂരിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഓപ്ഷൻ സി ആണ് ജവഹർലാൽ നെഹ്റു. പേജ് നമ്പർ 167 സെയിം ചാപ്റ്ററാണ് കേരളം ആധുനികതയിലേക്ക്. ജവഹർലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനത്തിൽ സ്വാതന്ത്ര്യത്തിന് ശേഷം കേരളത്തെ ഒരു പ്രത്യേക സംസ്ഥാനമായി പുനഃസംഘടിപ്പിക്കണമെന്ന പ്രമേയം അവതരിപ്പിച്ചു. ജവഹർലാൽ നെഹ്റു. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വീണ്ടും പേജ് നമ്പർ 162 നിന്ന് തന്നെയാണ്. കേരള നവോത്ഥാനത്തിൻ്റെ വഴിത്തിരിവായ അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ്. ഓപ്ഷൻ ഡി ശ്രീനാരായണ ഗുരു. സെയിം ചാപ്റ്റർ, നേരത്തെ സെയിം പേജാണ് 162.
സോ ഈ ചാപ്റ്ററിൽ നിന്ന് ഡയറക്റ്റായിട്ട് ചോദിച്ചിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് അല്ല, ഡയറക്റ്റ് ചോദിച്ചിട്ടുള്ള 10 ക്വസ്റ്റ്യൻസ് ആണ് ഞാനിവിടെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. ചിലതൊക്കെ സെയിം പാരഗ്രാഫിൽ നിന്ന് തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വന്നു. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. എല്ലാ ക്ലാസ്സുകളുടെയും പ്ലേലിസ്റ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭ്യമാണ്. ഓരോ ക്ലാസ്സിൻ്റെയും സെപ്പറേറ്റ് പ്ലേലിസ്റ്റ് ആയിട്ട് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ സയൻസും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാഠഭാഗങ്ങളിൽ നിന്ന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതിൻ്റെയും വീഡിയോ ക്ലാസ്സുകൾ നമ്മുടെ ചാനൽ ലഭ്യമാണ്. പരമാവധി നിങ്ങൾ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.